അപ്പോൾ ഇന്നലെ മൂന്നാർ ഭയങ്കര തണുപ്പ് കുറവായിരുന്നു. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് ഒരു ചായ കുടിക്കാൻ പോകാമെന്ന് വെച്ചു. അങ്ങനെ അടുത്തൊരു ചായക്കട ഉണ്ടായിരുന്നു, ഒരു ബായുടെ. അങ്ങനെ അവിടെ വന്ന് ചായ കുടിച്ചു. ചായ കുടിച്ചിട്ട് ഇനി നേരെ ഞങ്ങൾ സൈറ്റ് സീയിങ്ങിനാണ് പോകുന്നത് കേട്ടോ. ഇന്ന് മോട്ടപ്പെട്ടി ഡാമും എക്കോ പോയിൻ്റൊക്കെയാണ് കവർ ചെയ്യേണ്ടത്. ഇരവികുളം നാഷണൽ പാർക്ക് ഇവിടെ അടച്ചിട്ടേക്കുവാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇപ്പം ഇരവികുളം നാഷണൽ പാർക്ക് ഇനി ഏപ്രിൽ 1 തുറക്കത്തുള്ളൂ. അങ്ങനെ ചായ കുടിച്ചു. നല്ല ചൂടുണ്ടായിരുന്നു ചായ. തണുപ്പ് രാവിലെ ചെറിയ തണുപ്പുണ്ടായിരുന്നു, പക്ഷേ രാത്രി തണുപ്പില്ലായിരുന്നു കേട്ടോ. ഞാൻ ആവി എടുത്തിട്ട് കിടന്നു. അപ്പോൾ ഇതാണ് ഹോട്ടലിൻ്റെ അവിടുത്തെ വ്യൂ ആണ് കേട്ടോ. അപ്പോൾ ആനച്ചാൽ പമ്പിൻ്റെ അടുത്തായിരുന്നു നമ്മുടെ ഹോട്ടൽ. അപ്പോൾ ഞാൻ നേരെ റെഡിയായിട്ട് ദോശ കഴിക്കാൻ പോയി. നമുക്കിവിടെ ഫുഡ് ഫ്രീ ആണ്. അപ്പോൾ ദോശയും സാമ്പാറും ആയിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. നമുക്ക് റെസ്റ്റോറൻറ്റിൻ്റെ അകത്ത് തന്നെയായിരുന്നു കഴിക്കുന്നത്. അപ്പോൾ ഡ്രൈവേഴ്സിനെ അവർ മാറ്റി നിർത്തത്തൊന്നുമില്ല, പക്ഷേ കൂപ്പൺ എടുക്കണമെന്ന് മാത്രം. ഇതായിരുന്നു നമ്മുടെ ഹോട്ടൽ കേട്ടോ. ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഹോട്ടൽ. അങ്ങനെ നമ്മൾ രാവിലെ വെള്ളമൊക്കെ ഇട്ട് റെഡിയായി. വെള്ളം ഇട്ടില്ലേ പെറ്റിയിട്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഗസ്റ്റ്. അപ്പോൾ അവർ വന്നു. ഇനി നേരെ പോകുന്ന സൈറ്റ് സീയിങ്ങിനാണ്. അപ്പം ഞങ്ങൾ ചെകുത്താമുക്കായപ്പം, അപ്പോൾ അതായത് ആനച്ചാലിൽ നിന്ന് കയറി മൂന്നാറിലോട്ട് തിരിയുന്ന സ്ഥലമായപ്പോൾ അവിടെ നിർത്തി. അവിടെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ അവർ ഫോട്ടോയൊക്കെ എടുത്തു. ഞാൻ അവരൊരു ഫോട്ടോയൊക്കെ എടുത്ത് കൊടുത്തു. അങ്ങനെ ഞങ്ങൾ ആദ്യം വന്ന റോസ് ഗാർഡനിലേക്കാണ്. അപ്പോൾ റോസ് ഗാർഡൻ്റെ പാർക്കിങ്ങിലേക്കാണ് ഞാൻ ആദ്യം പോയത്. അപ്പോൾ അവിടെ വണ്ടി ഇട്ട് കഴിഞ്ഞാൽ പോലീസുകാർ പിടിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. 250 രൂപ ഫൈൻ കിട്ടും അവിടെ ഇട്ട് കഴിഞ്ഞാൽ. അങ്ങനെ ഞാൻ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു. പിന്നെ ഞങ്ങൾ നേരെ പോയ ടീ ഫാക്ടറിയിലോട്ടാണ് കേട്ടോ. അപ്പോൾ അവർ ഫാക്ടറി കാണണമെന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫാക്ടറിയിലെത്തി. ഫാക്ടറി എത്തിയിട്ട് അവർക്കൊരു പർച്ചേസൊക്കെ ഉണ്ടായിരുന്നു ചെറുതായിട്ട്. അങ്ങനെ പർച്ചേസൊക്കെ ചെയ്തു. ഇനി ഞങ്ങൾ നേരെ പോകുന്നത് എക്കോ പോയിൻറ്റിലേക്കാണ് കേട്ടോ. അപ്പോൾ മാട്ടുപ്പെട്ടി വേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ നിന്നപ്പോൾ കണ്ട ഒരു കാഴ്ചയാണ് കേട്ടോ. നമ്മുടെ വണ്ടിയുടെ പുറത്ത് ഇത് കയറ്റി ഒരു കുട്ടിയായിട്ട് വലിക്കുന്നതാണ് കണ്ടത്. അങ്ങനെ ഞങ്ങൾ നേരെ പോയത് മാട്ടുപ്പെട്ടി ബോട്ടിങ്ങിലാണ് കേട്ടോ. മാട്ടുപ്പെട്ടി ഡാമിൻ്റെ അവിടെ നിർത്തിയില്ല. അങ്ങനെ ബോട്ടിങ് വന്നിട്ട് ഞാൻ അവരെ വിട്ടിട്ട് ഞാൻ നേരെ ഒരു ഫുഡ് കഴിക്കാൻ പോയി. എൻ്റെ തൊട്ടടുത്തൊരു കടയുണ്ടായിരുന്നു, ചേച്ചി നടത്തുന്നത്. അവിടെ ഒരു ചോറൊക്കെ കഴിച്ചു. അങ്ങനെ ചോറൊക്കെ കഴിച്ചിട്ട് നേരെ പാർക്കിങ്ങിലോട്ട് വന്നു കേട്ടോ. അങ്ങനെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് അവരപ്പം ഒരു അരമണിക്കൂറിനകം തിരിച്ചു വന്നു. അവർ ബോട്ടിങ് എടുത്തില്ലെന്ന് തോന്നുന്നു. അവർക്ക് വേണ്ടത് കയാക്കിംഗ് ആയിരുന്നു. അപ്പോൾ അത് ട്രിവാൻഡ്രത്തെ ഉള്ളതെന്ന് ഞാൻ പറഞ്ഞു, വർക്കലയില്ല. അങ്ങനെ ഞങ്ങൾ എക്കോ പോയിൻ്റ് എത്തി കേട്ടോ. എക്കോ പോയിൻ്റാണിത്. അങ്ങനെ എക്കോ പോയിൻറ്റിലെത്തി. ഇനി നേരെ അവർക്ക് മക്കോഫയിൽ മറ്റേ ചോക്ലേറ്റ് ഫാക്ടറി ഉണ്ട്, കാണണമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അത് കണ്ടിട്ട് സിപ്പ് ലൈനും കഴിഞ്ഞിട്ട് വേണം പോകാൻ വേണ്ടി. അങ്ങനെ ഇവിടുത്തെ ജീപ്പുകാരുടെ സ്പീഡാണിത് കേട്ടോ മൂന്നാറിൽ. എന്തിനാ ലൈറ്റ് ഇട്ട് പോകുന്ന അവർക്കും അറിയത്തില്ല, നമുക്കും അറിയത്തില്ല. ഇതാണ് മക്കോഫ കേട്ടോ. മക്കോഫയിൽ വന്നു. നേരെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു. ഓപ്പോസിറ്റാണ് എനിക്ക് പാർക്കിംഗ് കിട്ടിയത്. പിന്നെ ഞങ്ങൾ നേരെ വന്ന സിപ്പ് ലൈനിലാണ്. അങ്ങനെ സിപ്പ് ലൈനൊക്കെ എടുത്ത് അവർ പോയി. ഇതാണ് സിപ്പ് ലൈൻ. ഇത് നമ്മുടെ ആനച്ചാലിൽ തന്നെയാണ് കേട്ടോ. ആനച്ചാൽ കുറച്ച് ആൽത്തറമുക്കെന്നൊക്കെ പറയും. നമ്മുടെ ഡ്രൈവേഴ്സ് സുഹൃത്തുക്കൾക്ക് ഏകദേശം അറിയാവുന്ന ഡ്രീം ലാൻഡിലോട്ട് പോകുന്ന സ്ഥലത്താണ്. അങ്ങനെ ഞാൻ ഹോട്ടലിൽ അവരെ കൊണ്ടുവിട്ടിട്ട് നേരെ വന്നൊരു ചായ കുടിക്കാമെന്ന് വെച്ചു. പിന്നെ ഹോട്ടലിൽ അവരെ വിട്ടു. നേരെ ഒരു ചായ കുടിച്ചിട്ട് വന്നു. ഇത് ഗ്ലാസ് ബ്രിഡ്ജാണ്, അതിപ്പോൾ ഓപ്പൺ അല്ല. പിന്നെ ഞാൻ നേരെ കളി കാണാൻ പോയി കേട്ടോ. ആനച്ചാൽ DYFIക്കാർ സ്ക്രീൻ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ നേരെ ഫുഡ് കഴിച്ചു. അപ്പോൾ കളി കംപ്ലീറ്റ് ആയില്ല. ഇനിയിപ്പം നാളെ തേക്കടിക്കാണ് കേട്ടോ.